കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിലായിരിക്കുന്ന വാത്സല്യ ദൈവമക്കൾക്ക് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. 2025 നവംബർ മാസം 7-ാം തീയതി വീട്ടിലെ സഭായോഗം എന്ന നിലയിൽ നമ്മൾ ദൈവസന്നിധിയിലായിരുന്നു. കഴിഞ്ഞുപോയ ഒരു വർഷം പുറകോട്ടിറങ്ങി ചിന്തിച്ചാൽ എത്രയോ പേര് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. പ്രിയ സഹോദരങ്ങളെ, കോടിക്കണക്കിന് ജനം ഈ ഭൂമിയിൽ നിന്ന് മരണം വഴിയായി കടന്നുപോയി. കോടിക്കണക്കിന് ജനം അപകടങ്ങളിൽ, അനർത്ഥങ്ങളിൽ ഇന്നും കുടുങ്ങിക്കിടക്കുകയാണ്. യുദ്ധത്തിൻ്റെ കെടുതിയിൽ ലക്ഷോപലക്ഷം ജനം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. ഇന്നും അതിൻ്റെ കെടുതികൾ മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ പാർക്കുന്ന ദേശം, നമ്മൾ പാർക്കുന്ന പട്ടണം, നമ്മൾ പാർക്കുന്ന ഭവനം ദൈവദൂതന്മാരുടെ സംരക്ഷണവും കാവലും പരിപാലനവും തന്ന് നമ്മളെ നടത്തിയത് കൊണ്ടാണ് നമ്മൾ ഇത്രത്തോളം സുഖത്തോടും ബലത്തോടും സന്തോഷത്തോടും പ്രത്യാശയോടും കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ കർത്താവ് നമുക്ക് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നതെന്നുള്ള കാര്യം നമ്മൾ ആരും മറന്നു പോകരുത്. ഇസ്രായേലിനെ കുറിച്ച് ദൈവം പറയുന്നത്, അവർ എന്നെ മറന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്ന വാക്യം ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കുവാനായിട്ട് കർത്താവ് ശരണപ്പെടുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം, സ്തോത്രം, എൻ്റെ ഹൃദയത്തിൽ വചനം കിടപ്പുണ്ട്, പക്ഷേ അത് തെറ്റുകൂടാതെ വായിക്കണമെങ്കിൽ ദൈവവചനം നമുക്ക് അനിവാര്യമാണ്. ഹല്ലേലൂയ. എൻ്റെ ജനം തൻ്റെ മഹത്വമായവനെ പ്രയോജനമില്ലാത്തതിന് പകരം മാറ്റിക്കളഞ്ഞിരിക്കുന്നു. അതിൻ്റെ 11 വായിക്കാം, വാക്യത്തിൻ്റെ ആരംഭം തൊട്ട്. ഒരു ജാതി തൻ്റെ ദേവന്മാരെ മാറ്റിയിട്ടുണ്ടോ? അവ ദേവന്മാരല്ലതാനും. എന്നാൽ എൻ്റെ ജനം തൻ്റെ മഹത്വമായവനെ പ്രയോജനമില്ലാത്തതിന് പകരം മാറ്റിക്കളഞ്ഞിരിക്കുന്നു. ഉണ്ടോ? ആകാശമേ ഇതിങ്കിൽ വിസ്മയിച്ച് ഭ്രമിച്ച് ഏറ്റവും സ്തംഭിച്ചു പോകാം എന്ന് യഹോവയുടെ അരുളപ്പാട്. എൻ്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിൻ്റെ ഉറവയായി എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. ഞാൻ ഒത്തിരി കാര്യങ്ങൾ അതിനോടൊപ്പം പറയാനുണ്ടെങ്കിലും ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ജീവൻ്റെ ഉറവയായ ദൈവത്തെ വിട്ടിട്ട് പൊട്ടക്കിണറുകളെ കുഴിച്ചിരിക്കുന്നു. എന്താണ് ആ പൊട്ടക്കിണർ എന്ന് പറയുമ്പോൾ? ഒരു കിണർ കുഴിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് വെള്ളം കിട്ടണം, അതാണ് നമ്മുടെ ആഗ്രഹം. യാക്കോബിൻ്റെ കിണർ എന്നൊക്കെ പറഞ്ഞ് പഴയ നിയമത്തിൽ കിണറുകൾ കിടപ്പുണ്ട്. ഉറവ ഇങ്ങനെ നിലയ്ക്കാത്ത കിണറുകൾ. മരുഭൂമിയിൽ വെച്ച് ഹാഗാർ കുഞ്ഞിനെയുമായിട്ട് സാറ പറഞ്ഞു വിട്ടപ്പോൾ മരുഭൂമിയിൽ ചെന്ന് വെച്ച് ഒരു ഒരമ്പാട് പോയി ദൂരത്തിരുന്നു കൊണ്ട് കുഞ്ഞിനെ ഇട്ടിട്ട് അവിടെ കിടന്ന് കരയുന്നു. ആ കരയുന്ന സമയത്ത് ആ കുഞ്ഞിൻ്റെ നിലവിളി സ്വർഗത്തിലെ ദൈവം കേട്ടു. എന്താ കാര്യം? അബ്രഹാമിൻ്റെ രക്തമാണ് ആ കുഞ്ഞ്. ആ കുഞ്ഞിൻ്റെ നിലവിളി സ്വർഗം കേട്ടിട്ട് ദൈവം ഹാഗാറിനോട് പറയുകയാണ്, ഇതാ ഞാനൊരു ഉറവ തുറന്നിരിക്കുന്നു, അതിൽ നിന്ന് ആ കുഞ്ഞിനെ കുടിപ്പിച്ചോളാൻ പറഞ്ഞു. ആ കുടിപ്പിച്ച് അവർ ചൈതന്യം പ്രാപിച്ചു. ആ ഉറവയാണ് ഇന്നത്തെ മുസ്ലിങ്ങൾ കോരിക്കൊടുത്ത് ഡെപ്പയിലാക്കി വിറ്റ് കാശ് ഉണ്ടാക്കി പുട്ടടിക്കുന്നതെന്ന് ദൈവമക്കൾ മറന്നു പോകരുത്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വന്ന ഉറവ ഇപ്പോഴും ഉണ്ടത്. സഹോദര, എത്രായിരം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ സംഭവമാണ്. ദൈവം ഒരു വഴി തുറന്നാലുണ്ടല്ലോ, അത് അടയ്ക്കത്തില്ല. ആരും, ഒരു മനുഷ്യനടയ്ക്കാൻ കഴിയത്തില്ല. ദൈവം അടച്ചാൽ ആർക്കും തുറക്കാൻ പറ്റത്തില്ല. അത് നമ്മളെ ദൈവമക്കളായ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. ഒരു വഴി തുറന്നു തന്നാൽ അത് അനുഗ്രഹമാണ്. അത് അനുഗ്രഹത്തിന് പകരമല്ലാതെ അത് മിസ്യൂസ് ചെയ്താൽ ദൈവം അടച്ചു കളയുകയും വിളിച്ചു. അത് നമ്മൾ മറന്നു പോകും. ദൈവഹിതമല്ലാത്ത നിലയിൽ കാൽച്ചൂട് പോയാൽ അടച്ചു കളയും ദൈവം. അതൊരു ദൂതാണ്. സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ 2025 ജനുവരി മാസം മുതൽ 7-ാം തീയതി വരെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരണം അത്ര അത്ഭുതകരമായിട്ടാണ് കർത്താവ്. കിടക്കാൻ വീടില്ല അനേകർക്ക്, ഭക്ഷിപ്പാൻ ആഹാരമില്ല, ധരിപ്പാൻ വസ്ത്രമില്ല, ശരീരത്തിന് ആരോഗ്യമില്ല, സുഖമില്ല, സന്തോഷമില്ല, സമാധാനമില്ല, പ്രത്യാശയില്ല. അമേരിക്കയിൽ സ്ട്രീറ്റിൽ കിടക്കുന്ന
ഒരു കൂട്ടം ജനത്തെക്കുറിച്ച് ഞാനൊരു സോഷ്യൽ മീഡിയയിൽ കണ്ടു, ഞാനത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. സമ്പന്ന രാഷ്ട്രമായ അമേരിക്കയിൽ ഡ്രഗ്സ് അടിച്ച് സുബോധം നഷ്ടപ്പെട്ട് ചില തെരുവുകളിൽ നല്ല സുന്ദരന്മാരായ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും കിടക്കുന്ന കാഴ്ച കണ്ടാൽ നമ്മുടെ നെഞ്ച് തകർന്നു പോകും. പുള്ളി ലോകം മുഴുവൻ നന്നാക്കാൻ നടക്കുക ട്രംപ്. ആ കിടക്കുന്ന പാവങ്ങളെ കൊണ്ട് ചികിത്സിച്ച് ഭക്ഷണം കൊടുത്ത് നന്നാക്കട്ടെ. പറ്റുമോ പുള്ളിക്ക്? പറ്റില്ല. ആൾക്കാരെ വിരട്ടാനും നമ്മുടെ ഇന്ത്യയോടൊക്കെ മൃദുല സമീപനമായിരുന്നു. ഇപ്പോൾ വളരെ ക്രൂരമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുക. സ്തോത്രം. കാരണം സ്വന്തം ലാഭം നോക്കുന്ന ഒരു വഷളനായ മനുഷ്യനാണ് അദ്ദേഹം. ഞാൻ അങ്ങനെ പറയുന്നതിൽ എനിക്ക് വേദനയുണ്ട്. അതൊരു ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യാനി ഇങ്ങനെയാണോ ജീവിക്കേണ്ടത്? കർത്താവിൻ്റെ ശിഷ്യൻ അങ്ങനെയാണോ ജീവിക്കേണ്ടത്? അവനവൻ്റെ കാര്യത്തിന് വേണ്ടി എന്ത് തരികിടയും കാണിക്കാൻ ഈ അമേരിക്കൻ പ്രസിഡന്റിന് യാതൊരു മടിയില്ല. ഞാൻ നോക്കിയിട്ട് ഒരു മടിയില്ല. അവരുടെ ലാഭം കൊയ്യുക, അവർ യുദ്ധോപകരണങ്ങൾ വിറ്റഴിക്കുക, അത് തമ്മിലടിപ്പിക്കുക, ലോകം മുഴുവൻ തമ്മിലടിപ്പിച്ച് സ്വർഗത്ത് പോകുമെന്നൊക്കെ പറഞ്ഞ് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. സ്വർഗം ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചാണ്. സ്വർഗത്ത് പോകുന്ന ആരാണെന്ന് വേദോത്സവം പഠിപ്പിക്കുന്നുണ്ട്. വേദോത്സവം പൊക്കിപ്പിടിച്ചാലൊന്നും കാര്യം നടക്കത്തില്ല. വേദോത്സവത്തിൻ്റെ ഉള്ളിലുള്ളത് തലയിലോട്ട് കയറണം. അപ്പോഴിങ്ങനെ കാണിക്കുന്ന ഈ സ്വഭാവങ്ങളൊക്കെ മാറി ഒരു ദൈവമനുഷ്യനായ ആൾ തീരും. വേദോത്സവം വിശ്വസിക്കുന്നു, ക്രിസ്തുവിനെ വിശ്വസിക്കുന്നു, ക്രിസ്തു ദൈവമാണ്, പിതാവ് ദൈവമാണ്, ഞാൻ അതെല്ലാം ആണെന്നൊക്കെ പറഞ്ഞാലൊന്നും ഒരു ഗുണവുമില്ല. എൻ്റെ കർത്താവേ കർത്താവേ ഇത് വിളിക്കുന്ന ഏവനുമല്ല സ്വർഗസ്നായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ ദൈവരാജ്യത്തിൽ കടക്കുന്നത്. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കൾ പോലെ ആയില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. നിർമ്മലമായ നിഷ്കളങ്കമായ ജീവിതം നമ്മൾ ദൈവസന്നിധിയിൽ കാഴ്ചവെക്കാതെ നമുക്ക് സ്വർഗരാജ്യം കിട്ടില്ലെന്ന് ഞാനല്ല പറയുന്നത്, കർത്താവാണ് പറഞ്ഞത്. ഞാൻ മുഖോരോ പറഞ്ഞ് സമയങ്ങളെ താല്പര്യപ്പെടുന്നില്ല. ഒരു പഞ്ചായത്ത് ഇലക്ഷൻ നമുക്ക് വരുന്നുണ്ട്. ഒരു പഞ്ചായത്ത് ഇലക്ഷൻ. ആ ഇലക്ഷൻ്റെ ചില ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കിപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക വിവിധ നിലയിൽ. ഇവരുടെ ഈ ശബ്ദം, കോലാഹലങ്ങൾ നമുക്ക് വളരെ അരോചകരമാണ്. അവരുടെ പുഞ്ചിരിക്കുന്ന മുഖങ്ങൾ ഇപ്പം മാത്രമേ ഉള്ളൂ. ജയിച്ചു കഴിഞ്ഞാൽ ആ പുഞ്ചിരിയൊക്കെ മാറി പൈസ കൊടുത്താൽ കാര്യം നടത്തിത്തരാം. അതാണ് അവരുടെ സ്വഭാവം. ഞാൻ അതുകൊണ്ട് അങ്ങോട്ടൊന്നും ഞാൻ പോകുന്നില്ല. ഒരു കാര്യം മാത്രം അതിനെക്കുറിച്ച് തറപ്പിച്ച് പറയാൻ താല്പര്യപ്പെടുന്നു. ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ നെബൂഖദ്നേസർ രാജാവ് ഒരു ബിംബം കാണും. എന്താണ് ആ ബിംബം? ഒരു വലിയ ബിംബം. ബാബിലോൺ, മേദ്യ, പെർസ, ഗ്രീസ്, റോം, 4 സാമ്രാജ്യങ്ങൾ, ഈ ലോകത്തെ ഭരിക്കുവാൻ എഴുന്നേറ്റ് വന്ന 4 സാമ്രാജ്യങ്ങളെ ദൈവം നെബൂഖദ്നേസറിന് കാണിച്ചു കൊടുത്തു. ആ 4 സാമ്രാജ്യങ്ങൾ 4 പാർട്ടുകളായിട്ട് സ്തോത്രം നമുക്കവിടെ പഠിക്കാൻ കഴിയുന്നു. ഞാനത് വേണമെങ്കിൽ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കുക. ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ വ്യക്തമായൊരു ചിത്രം കൊടുത്തില്ലെങ്കിൽ ഊഹാഭോഹങ്ങളായിപ്പോവും മനുഷ്യർ. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മുമ്പോട്ട് പോകാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അതിൻ്റെ 4 പാർട്ടുകളെ കുറിച്ച് പറയുന്നത്, അതിൻ്റെ രൂപം ഭയങ്കരമായിരുന്നു. ബിംബത്തിൻ്റെ തല തങ്കം കൊണ്ടും, നെഞ്ചും കൈയും വെള്ളി കൊണ്ടും, വയറും അരയും താമ്രം കൊണ്ടും, തുട ഇരുമ്പ് കൊണ്ടും, കാൽപാതി ഇരുമ്പ് കൊണ്ടും പാതി കളിമണ്ണ് കൊണ്ടും ആയിരുന്നു. തിരുമനസ്സുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈതൊടാതൊരു കല്ല് പറഞ്ഞു വന്ന് ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിൽ അടിച്ച് തകർത്ത് കളഞ്ഞു. ഇരുമ്പും കളിമണ്ണും താമ്രവും വെള്ളിയും പൊന്നും ഒരുപോലെ തകർന്ന് വേനൽക്കാലത്തിലെ കളത്തിലെ പതിർ പോലെ ആയി തീർന്നു. ഒരിടത്തും തങ്ങാതെ വണ്ണം കാറ്റവയെ പറപ്പിച്ചു കൊണ്ടുപോയി. ബിംബത്തെ അടിച്ച കല്ല് ഒരു മഹാപർവ്വതമായി ഭൂമിയിലൊക്കെയും നിറഞ്ഞു. ഇന്നത്തെ പാസ്റ്റർമാർക്ക് ഇതൊന്നും പ്രസംഗിക്കാൻ നേരമില്ല. ഇത് നമ്മുടെ ഭാവിയെക്കുറിച്ച് പറയുന്ന കാര്യമാണ്. ലോകത്ത് ആവിർഭവിച്ച ബാബിലോൺ, മേദ്യ, പെർസ, ഗ്രീസ്, റോം 4 ശക്തമായ സാമ്രാജ്യങ്ങളെ യേശുക്രിസ്തു വന്ന് തകർത്ത് തരിപ്പണമാക്കി യേശു കർത്താവ് തൻ്റെ രാജ്യം സ്ഥാപിക്കും ഈ ഭൂമിയിൽ. അന്ന് ഞാനും നിങ്ങളും ആ കർത്താവിൻ്റെ ആ രാജ്യത്ത് രാജാക്കന്മാരെ പോലെ രാജാക്കന്മാരുടെ രാജാവായ കർത്താവിനോടൊപ്പം നമ്മൾ വാഴും. അതാണ് എൻ്റെ പ്രത്യാശ, അതാണ് എൻ്റെ വിശ്വാസം, അതാണ് വചനം തരുന്ന പഠനം. എൻ്റെ കഷ്ടതയും എൻ്റെ കണ്ണുനീരും എൻ്റെ ദുഃഖവും എൻ്റെ മുറവിളിയും പിന്നെ അവസാനമായിട്ടുള്ളത് ഞാൻ മരിക്കപ്പെടും. ആ മരണവും കർത്താവ് മാറ്റിക്കളയും. വെളിപ്പാട് പുസ്തകം 21
1 മുതൽ 5 വരെ ഉണ്ട്, വായിച്ച് പഠിച്ചുകൊള്ളുക. ഇതെല്ലാം മാറ്റിയിട്ട് ഒരു രൂപാന്തര ശരീരം പ്രാപിച്ച് ദൂതതുല്യനായി യേശു കർത്താവിനോടൊപ്പം 1000 ആണ്ട് വാഴുകയും അതിനുശേഷം ഈ പഴയ ഭൂമിയെയും ഈ പ്രപഞ്ചത്തെ മുഴുവൻ എന്തിയും ദൈവം നശിപ്പിച്ച് ചുട്ടരിച്ച് കളഞ്ഞിട്ട് ഒരു പുതിയ ആകാശം, ഒരു പുതിയ ഭൂമി, നാം അവൻ്റെ നീതി വസിക്കുന്ന പുതിയ ആകാശം, പുതിയ ഭൂമിക്കായിട്ട് കാത്തിരിക്കുന്നു. 2 പത്രോസ് 3:13 കാത്തിരിക്കുന്നു. അതാ ഞാൻ കാത്തിരിക്കുന്നു. ഞാൻ കാത്തിരിക്കുന്ന കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടിയാ. ഞാൻ കാത്തിരിക്കുന്ന കർത്താവിൻ്റെ 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടിയാ. ഞാൻ കാത്തിരിക്കുന്ന പുതിയ ആകാശം, പുതിയ ഭൂമിയിലെ വാഴ്ചയ്ക്ക് വേണ്ടിയാ. പെന്തക്കോസുകാരെ നമ്മൾ എന്തിനു വേണ്ടിയാ കാത്തിരിക്കുന്നത്? വിദേശത്ത് പോയ മക്കൾ വരുമ്പോൾ വൈകുന്നേരം 4 മണിക്ക് വരുമെന്ന് പറഞ്ഞാൽ ചൂട്ടും കത്തിച്ച് വെളുപ്പിന് പോയി അവിടെ പെറ്റ് കിടക്കും എയർപോർട്ടിൽ മക്കളെ കാണാൻ. ആ കാത്തിരിപ്പ് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഉണ്ടോ? നമുക്ക് ഉണ്ടോ? എവിടെ ഉണ്ട്? ആത്മീക കുരുട് ബാധിച്ച്, ആത്മീക ദരിദ്രരായി, ആത്മീക നഗ്നരായി, തന്നിമിത്തം അരിഷ്ടന്മാരും നിർഭാഗ്യവന്മാരായി തീർന്നിരിക്കുന്നുവെന്നാണ് യോഹന്നാൻ എഴുതിയ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 3:17 നമുക്ക് കാണാൻ കഴിയുന്നത്. ലബോദിക്ക കർത്താവിൻ്റെ വരവിന് മുൻപുള്ള ആത്മികരെന്ന് പറയുന്ന അവരുടെ ഒരു ചിത്രമാണത്. ഇതിൻ്റെ നടുവിൽ ഒരു ചെറിയ ശേഷിപ്പ് കിടപ്പുണ്ട്. കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവർ, കർത്താവിൻ്റെ വരവിന് വേണ്ടി ആറ്റുനോറ്റ് കാത്തിരിക്കുന്നവർ, ലോകത്തിൻ്റെ അശുദ്ധികളൊന്നും ഭവിക്കാതെ, ലോകത്തിൻ്റെ മാലിന്യതകളൊന്നും ഭവിക്കാതെ കർത്താവിൻ്റെ വരവിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി, സ്വർഗരാജ്യത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ ശേഷിപ്പുണ്ട്. എൻ്റെ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ആ ചെറിയ ശേഷിപ്പിൻ്റെ ഉള്ളിൽ നിങ്ങൾ വായിക്കൊള്ളണം, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം കട്ടപ്പോഹ. ഇത്രയും പറഞ്ഞ് കർത്താവ് എന്നെ പരമേൽപ്പിച്ച വചനത്തിലേക്ക് ഞാൻ വരിക. ഇത് പറഞ്ഞതിൻ്റെ കാരണം ഇവിടെ നടക്കുന്ന ഇലക്ഷനും 2026 നടക്കാൻ പോകുന്ന ഇലക്ഷനും ഇതിനൊന്നും നമ്മൾ കാക്കാശിന് വില കൊടുക്കണ്ട. നമ്മൾ ആര് വോട്ട് ചെയ്താലും നമുക്കൊരു ഗുണവും വരാൻ പോകില്ല. കർത്താവ് നമുക്ക് തരുന്ന നന്മകൾ അനുഭവിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുക. പിന്നെ ലോകമാകുമ്പോൾ വോട്ട്, ഇലക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ചെല്ലുക, നമുക്ക് മനസാക്ഷി ആർക്ക് കുത്തണമെന്ന് ചോദിച്ചാൽ അവിടെ വോട്ട് കുത്തിയിരിക്കുക. അതിൻ്റെ പുറകെ ആരും നടക്കരുത്. എനിക്കറിയാം പെന്തക്കോസുകാർ ചേർത്തലയിലുള്ള ഒരു കൂട്ടം ജനത്തെ ഞാൻ പഠിച്ചപ്പോൾ ഇലക്ഷൻ വന്നാൽ അവർ പെന്തക്കോസ് വിശ്വാസമൊക്കെ മാറ്റിവെക്കും. അവർ ഇലക്ഷൻ പ്രവർത്തനത്തിന് പോകും. പിന്നെ ഒരു കാൻഡിഡേറ്റിനെ കണ്ടു കഴിഞ്ഞാൽ മുണ്ടൊക്കെ അഴിച്ചിട്ട് കർത്താവ് വരുന്നതിനേക്കാളും ഭയഭക്തിയോടെ നിൽക്കുന്ന ഭക്തന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെ ഓർത്ത് ഞാൻ തല നിലത്തോട് കുനിക്കുക. അവിടെ മാത്രമല്ല, ലോകത്തെമ്പാടുമുണ്ട്. ഇലക്ഷൻ വരുമ്പോൾ ഇലക്ഷൻ വർക്കും, പ്രാർത്ഥന വരുമ്പോൾ പ്രാർത്ഥനയ്ക്കും പോകുന്നവർ. സ്തോത്രം, സ്തോത്രം. നമ്മൾ ഈ ലോകത്തിൻ്റെ കാലഗതികൾക്കനുസരിച്ച് പോകാനുള്ളവരല്ല. റോമർ 1-ാം അധ്യായത്തിൽ 12-ാം അധ്യായത്തിൽ കുഞ്ഞു വാക്യമുണ്ട്. ഈ ലോകത്തിന് അനുരൂപരാകരുത്. നോട്ട് കൺഫോംഡ് ദിസ് വേൾഡ്. ഈ ലോകത്തിന് അനുരൂപരാകരുത്. ലോകത്തിലെ ഭാഷ, ലോകത്തിലെ വേഷവിധാനങ്ങൾ, ലോകത്തിൻ്റെ സ്റ്റൈല്, ലോകത്തിൻ്റെ അണിഞ്ഞൊരുങ്ങൽ, എന്തൊക്കെസാരോടാണ് ഞാൻ പറയുന്നത്. ലോകത്തിൻ്റെതായ ഒന്നും നമ്മൾ അഡോപ്റ്റ് ചെയ്യരുത്. അത് സാത്താൻ്റെ വ്യാപാരമുണ്ടതിൽ, സാത്താൻ്റെ പ്രവൃത്തിയുണ്ട്. സർവ്വലോകം ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുക. അവിടെ ദൈവങ്ങളെ വളരെ കരുതലോടെ ആയിരിക്കുക. ഞാൻ വചനത്തിലേക്ക് വരട്ടെ. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം. ആകയാൽ സകല ദുഷ്ടതയും, എല്ലാ ചതിവും, എല്ലാ വ്യാജഭാവവും, എല്ലാ നുണയും നീക്കിക്കളഞ്ഞ്, ദുഷ്ടത, ചതി, വ്യാജഭാവം, അസൂയ, നുണ, ഫൈനോസ്, 5 കൂട്ടം കാര്യങ്ങൾ എല്ലാം നീക്കിക്കളയണം. ആര്? ദൈവമക്കൾ. ഈ ലേഖനം എഴുതിയത് ആരാന്ന് നോക്കാം. നിങ്ങളെ പ്രബോധിപ്പിച്ചും നിങ്ങളിൽ ഈ നിൽക്കുന്ന അത് ദൈവത്തിൻ്റെ സത്യകൃപയിലാകുന്നു എന്ന് സാക്ഷീകരിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വിശ്വസ്ത സഹോദരൻ എന്ന് നിരൂപിക്കുന്ന സിലോനോസ് മുഖാന്തരം ചുരുക്കത്തിൽ എഴുതിയിരിക്കുന്നു. പത്രോസിന് എഴുതാൻ വായിക്കാൻ അറിയത്തില്ല, സംസാരിക്കാൻ അറിയത്തില്ല, പത്രോസിന് ഒന്നും അറിയത്തില്ല. നമുക്കെല്ലാം അറിയാം. മീൻ പിടിക്കുന്ന പത്രോസിനൊന്നും അറിയത്തില്ല. പക്ഷേ ഇന്ന് പൽക്കാലം ഞാനൊരു മർമ്മം വെളിപ്പെടുത്താം. കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ അഗ്രഗണ്യൻ പത്രോസാണ്. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ കൊടുത്തത് പത്രോസിൻ്റെ കയ്യിലാണ്. ആദ്യമായിട്ട് 3000 പേരെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള വചനം പറയാൻ ദൈവം ഉപയോഗിച്ചത് പത്രോസിനെയാണ്. അപ്പോൾ തന്നെ പത്രോസിന് എഴുതാൻ വായനയൊന്നും അറിയത്തില്ല. സെലൂനസ് മുഖാന്തരം ലേഖനം എഴുതി.
ഇന്ന് ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സ്കോളേഴ്സിനോട് എനിക്കൊരു ചോദ്യമുണ്ട്. നിങ്ങളുടെ പഠനങ്ങളും നിങ്ങളുടെ ഈ ഡിഗ്രികളും കൊണ്ടുവന്ന് തോട്ടിൽ കളഞ്ഞിട്ടെ അത് പത്രോസിനെ പോലെ മുഴങ്കാൽ മടക്കി ദൈവസന്നിധിയിൽ ഇരിക്കുക. പാസ്റ്റർ എന്തെങ്കിലും അടച്ച് ആക്ഷേപിക്കുകയല്ല, അവർ ആ ഡിഗ്രിയിൽ പ്രശംസിക്കുക. നിങ്ങൾ ഡിഗ്രി എടുത്തോപ്പാ, നിങ്ങൾ റെവറൻഡ് ആയിക്കോ, ഡോക്ടർ ആയിക്കോ, പക്ഷെ അത് പറഞ്ഞ് പുകഴരുത്, പ്രശംസിക്കരുത്. അങ്ങനെയെങ്കിൽ പത്രോസിനെ പോലെ ശുശ്രൂഷ നിങ്ങളിൽ വെളിപ്പെടണം. അതാ എൻ്റെ വിഷയം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ പഠിത്തവും നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ അറിവും നമ്മുടെ കഴിവും നമ്മുടെ പ്രാപ്തിയും ഒന്നുമല്ല ആത്മിക ശുശ്രൂഷ ചെയ്യാൻ. ഹല്ലേലൂയ. പ്രസംഗത്തിൻ്റെ പോഷത്വത്താൽ ജനത്തെ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി എന്ന് കൊരിന്ത്യർ ലേഖനം. നമ്മൾ ബുദ്ധിയോടുകൂടി പ്രസംഗിക്കുമ്പോൾ, ജ്ഞാനത്തോടുകൂടി പ്രസംഗിക്കുമ്പോൾ, ഈ ലോകത്തിൻ്റെ ജ്ഞാനം പ്രാപിച്ച് നമ്മൾ പ്രസംഗിക്കുമ്പോൾ ക്രൂശ് വ്യർത്ഥമായി പോകുക. ഞാനീ പറയുന്നതൊക്കെ വചനങ്ങളാണ്. ക്രൂശ് വ്യർത്ഥമാകുക. പ്രസംഗിച്ച് നിങ്ങൾ കാശ് മേടിച്ച് പുട്ടടിച്ച് നിങ്ങൾ നരകത്തിൽ പോകും, അത്രേ ഉള്ളൂ. ഗുണമൊന്നും കാണത്തില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പത്രോസിനെ പോലെ സമർപ്പണമുള്ളവരായിരിക്കും. യേശു കർത്താവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസ് യോഹന്നാന്റെ സുവിശേഷം അവസാനം അധ്യായത്തിൽ 3 പ്രാവശ്യം ക്രിസ്തുവിനെ ഏറ്റുപറയുന്നുണ്ട്. അവനെ തിരുത്തിയിട്ട് അവനെ ഏറ്റവും വലിയ മറക്കൽ ക്രൂസൈഡ് ചെയ്യുന്ന ഒരു കർത്താവിൻ്റെ ദാസനാക്കി മാറ്റി. അവൻ്റെ നിഴൽ തട്ടി രോഗികൾ സൗഖ്യമായ ചരിത്രം വേദപുസ്തകം തരുന്നുണ്ട്. പൗലൂസിൻ്റെ ഉറുമാൽ കൊണ്ടുവന്നിട്ടാണ് രോഗികളെ സൗഖ്യം മാറ്റിയത്. പത്രോസിൻ്റെ നിഴൽ തട്ടി രോഗി സൗഖ്യമായി. അപ്പോൾ പത്രോസ് അവിടെ നിൽക്കുന്നു. ഹല്ലേലൂയ. പിന്മാറിപ്പോയവനാണെങ്കിലും കർത്താവിനെ ശാസിച്ച് അവൻ്റെ കുറവുകളെ നിരത്തി വെച്ച് പൗലൂസിൻ്റെ മുൻപിലും പുള്ളി പിന്മാറിപ്പോയ ചരിത്രമുണ്ട്. ബർന്നബാസോടുകൂടി ഭക്ഷണം കഴിക്കുന്നതിൽ ഒരു ഭാവഭേദം വരുത്തിയപ്പോൾ പൗലൂസ് കയറി പിടിച്ചു, കട്ടക്ക് കയറി പിടിച്ചു, ശാസിച്ചു. യഹൂദനായ നീ ജാതികളെ പോലെ ജീവിക്കുകയും യഹൂദന്മാരെ ജാതികളെ മര്യാദ അനുസരിപ്പിക്കാൻ, ജാതികളെ യഹൂദ മര്യാദ അനുസരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തെന്ന് ചോദിച്ചപ്പോൾ ഒരക്ഷരം മിണ്ടിയില്ല. മാനസാന്തരപ്പെട്ടു പത്രോസ്. വലിയ വചനത്തിൻ്റെ ജ്ഞാനമുള്ള, ദൈവകൃപയുടെ ജ്ഞാനമുള്ള, ദൈവശക്തിയുള്ള, ദൈവം ശക്തമായി കരങ്ങളിലെടുത്ത് ദൈവവചനത്തിൻ്റെ പ്രബോധനങ്ങൾ എഴുതാൻ ദൈവം ഉപയോഗിച്ച പൗലൂസിൻ്റെ മുൻപിൽ പത്രോസ് ചൂളിപ്പോയി. പൗലൂസിൻ്റെ ലേഖനങ്ങളെക്കുറിച്ച് പത്രോസ് തൻ്റെ ലേഖനത്തിൽ പറയുന്നത്, പൗലൂസ് തനിക്ക് ലഭിച്ച ജ്ഞാനത്തിൽ നിന്ന് അനേക കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ അത് ഗ്രഹിക്കാൻ കഴിയാതെ അതിനെ കോട്ടിക്കളയുന്നു, കൂട്ടിച്ചേർക്കുന്നു, മറിച്ചു കളയുന്നു എന്നൊക്കെ താൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ പത്രോസിൻ്റെ ലേഖനം നന്നായിട്ട് വായിച്ച് പഠിച്ചോണം. 1-2 പത്രോസിൻ്റെ ലേഖനം വായിച്ച് പഠിച്ച് ആത്മീക സത്യങ്ങൾ ഉൾക്കൊണ്ട് നമ്മൾ ജീവിക്കണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിച്ചുകൊണ്ട് വചനത്തിലേക്ക് വരുന്നു. ആകയാൽ സകല ദുഷ്ടത, ചതി, വ്യാജഭാവം, അസൂയ, എല്ലാ നുണ നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ ദൈവവചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. 1, 2, 3 വാക്യങ്ങൾ 3 ദിവസം ശുശ്രൂഷിക്കാനുള്ള വചനങ്ങളുണ്ട് ഇതിൽ. എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന വാക്യത്തിൻ്റെ അർത്ഥം? എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്? ആരും മനസ്സിലാക്കുന്നില്ല. വളരെ ചെറിയൊരു ശേഷിപ്പേ മനസ്സിലാക്കുന്നുള്ളൂ. പത്രോസിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ, 5-ാം വാക്യം ഒന്ന് വായിച്ചേ. ഹലോ, 5-ാം വാക്യം വായിച്ചേ, പെട്ടെന്ന് വായിച്ചേ. എനിക്കത് അറിഞ്ഞോളൂ, എനിക്ക് കാണാപ്പാടമായി വാക്യങ്ങളൊക്കെ. ക്ഷയം, വാട്ടം, മാലിന്യം എന്നാവയില്ലാത്തതുമായ അവകാശത്തിലായി തന്നെ വീണ്ടും ജനിപ്പിച്ചു. നമ്മളെ വീണ്ടും ജനിപ്പിച്ചു. കർത്താവ് ജനിപ്പിച്ചതാണ്. എന്തിനാ ജനിപ്പിച്ചത്? ക്ഷയം, വാട്ടം, മാലിന്യമില്ലാത്ത നല്ലൊരു അവകാശം. ഈ ലോകത്ത് കാണുന്നതെല്ലാം ക്ഷയിച്ചു പോകുന്നതാണ്, മാലിന്യമാണ്. പത്രോസിൻ്റെ ലേഖനത്തിൽ തന്നെ പറയുന്നു, ഇത് മുഴുവൻ തീക്ക് വേണ്ടി സൂക്ഷിച്ചിരിക്കുക. ഇവിടെ എല്ലാം നശിച്ചു പോകുന്നതാണ് സഹോദരങ്ങളെ. വിദേശത്ത് പോയി ഭൗതികമായ നേട്ടങ്ങൾ കൊയ്തെടുക്കുന്ന പെന്തക്കോസ്തുകാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വാരി കൂട്ടുന്നതൊക്കെ നിങ്ങളുടെ നിത്യത നഷ്ടമാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. എനിക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല. എനിക്കറിയാം, ഇഷ്ടംപോലെ ആൾക്കാരെ എനിക്കറിയാം. അവിടെ പോയി ജോലി ചെയ്തിട്ട് മക്കളെയൊക്കെ ഉണ്ടായി, ആ മക്കളെ അവിടെ സെറ്റിലാക്കിയിട്ട് അപ്പനും എന്താ ഇങ്ങോട്ട് വന്നേക്കുക.
ഗൾഫ് വരുമാനം നിന്നു പോകരുത്, അമേരിക്കൻ വരുമാനം നിന്നു പോകരുത്. കാരണം എന്താ? ആ ഭൗതികം വിടാൻ അവർക്ക് മനസ്സില്ല. അപ്പൊ സക്കായിക്ക് സംഭവിച്ചത് എന്താ? യേശുവിനെ കണ്ടെത്തിയപ്പോൾ പകുതി ദരിദ്രർ കൊടുത്തല്ലോ, ചതിവായി വാങ്ങിയത് 4 മടങ്ങ് കൊടുത്തല്ലോ. അപ്പൊ തീർന്നല്ലോ സക്കായിയുടെ ഭൗതികം. പിന്നെ ഉള്ളത് കൊണ്ട് ജീവിച്ചും സ്വർഗത്ത് പോയല്ലോ. ഒരുത്തം വാരിപ്പറക്കി കെട്ടിക്കൊണ്ട് യേശുവിന്റെ പിറകെ വന്നു. ഗുരു, നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? എന്നെക്കാളും നിങ്ങളെക്കാളും നല്ല മനുഷ്യനാവൻ. ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് അങ്ങനെ മനസ്സിലായത്. കർത്താവ് എന്ത് പറഞ്ഞു? നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എൻ്റെ പിന്നാലെ. അല്ല, ആദ്യം പറഞ്ഞത് അങ്ങനെയല്ല. നീ പോയി നിനക്ക് തന്ന പ്രമാണം അനുസരിക്കാൻ പറഞ്ഞു. അപ്പോൾ പറയുന്നതാണ് എന്നെ കുഴച്ചു കളഞ്ഞൊരു ഭാഗം അവൻ്റെ പറച്ചിൽ. ചെറുപ്പം മുതലേ ഞാനിതനുസരിച്ചു പോയി. സ്തേഫാനോസ് മരിക്കാൻ നേരത്ത് പ്രസംഗിച്ചത് ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായപ്രമാണം ലഭിച്ചെങ്കിലും നിങ്ങൾ അനുസരിക്കുന്നില്ലെന്നാ പറഞ്ഞത്. യേശു യഹൂദന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് ന്യായപ്രമാണം ലഭിച്ചെങ്കിൽ നിങ്ങൾ അനുസരിക്കുന്നില്ലെന്നാ പറഞ്ഞത്. എന്നാൽ ഇവിടെ ചെറുക്കനോട് പറയുക, കൊച്ചു ചെറുക്കനോട് പറയുക, കൊച്ചു ചെറുക്കൻ യേശുവിനോട് പറയാ, ഞാൻ ചെറുപ്പം മുതൽ അനുസരിക്കുന്നു. നോക്കിയേ, എൻ്റെ ഓർമ്മയിൽ അന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും നല്ല മനുഷ്യൻ അവനായിരിക്കാം എന്ന് ഞാനങ്ങ് ഒരു നിഗമനത്തിലെത്തുക. കാരണം ന്യായപ്രമാണം നിലനിൽക്കുന്ന കാലഘട്ടമല്ലേ. കുഷ്ഠരോഗിന് സൗഖ്യമായപ്പോൾ അവനോട് യേശു എന്താ പറഞ്ഞ്? പുരോഹിതൻ പോയി വഴിപാട് കഴിക്കാൻ പറഞ്ഞു. പുരോഹിതൻ പറയുന്നത് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ആ ന്യായപ്രമാണ യുഗത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥിതിയാണ് അനുസരിക്കേണ്ടത്. ആ ന്യായപ്രമാണ യുഗം കഴിഞ്ഞ് കൃപായുഗത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. കൃപായുഗം കൃപയുടെ നാഥനായ കർത്താവ് തന്നെയാ അതിന്റെ തലവൻ. കൃപായുഗത്തിലെ നേതാവ് ആരാ? കർത്താവ് ആരാ? കർത്താവായ യേശുക്രിസ്തുവാണ്. കൃപയും ശക്തിയും നിറഞ്ഞവനായി, ആത്മാവും ജ്ഞാനവും നിറഞ്ഞവനായി. സ്തേഫാനോസിനെ കുറിച്ചും ഫിലിപ്പോസിനെ കുറിച്ച് പറയുക. ഇത് കൃപായുഗമാണ്. ന്യായപ്രമാണ യുഗം അവസാനിച്ചു. നമ്മൾ ന്യായപ്രമാണ യുഗത്തിന്റെ പഠിപ്പിക്കലുമായിട്ട് നടക്കല്ലേ. UK ഒരു പാസ് പ്രസംഗിക്കുന്നുണ്ട്. ന്യായപ്രമാണം പ്രസംഗിക്കുന്നവരെ നല്ല കണക്കിന് ശാസിച്ച് പറയുന്നുണ്ട്. എനിക്കത് കേട്ട ഭയങ്കര സന്തോഷം തോന്നി. ഇത് കൃപയുടെ കാലമാണ്. ഇത് കർത്താവായ യേശുക്രിസ്തുവിലൂടെ ലഭിച്ച ഗ്രേസ് പീരീഡാണ്. ഇവിടെ ദൈവകൃപയിൽ നിലനിൽക്കാൻ വേണ്ടുന്ന ഉപദേശം നമ്മൾ ഇവിടെ പഠിപ്പിക്കേണ്ടത്. ന്യായപ്രമാണം പറയുന്നത് ന്യായപ്രമാണത്തിൽ കീഴുള്ളവരോടാണ്. നമ്മൾ ന്യായപ്രമാണത്തിൽ കീഴുള്ളവരോ അല്ല എന്നോർത്തോളം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഇവിടെ ക്ഷയം, പാട്ടം, മാലിന്യമില്ലാത്ത നല്ലൊരു അവകാശത്തിനായി വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. പുതിയ നിയമ വിശ്വാസിയെ വീണ്ടും ജനിപ്പിച്ചത് കർത്താവാണ്. അതിനെക്കുറിച്ച് വാക്യത്തിലൂടെ പറയുന്നത് അതിൻ്റെ 21-ാം വാക്യം, 1 പത്രോസ് 1:23, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പം നമ്മൾ ദൈവവചനത്താൽ വീണ്ടും ജനിച്ചവരാ. 2-ാം ക്ലാസ്സിൽ പോലും പോകാത്തൊരു ഉപദേശി ഒരു തെരുവിൽ നിന്നുകൊണ്ട് പ്രസംഗിച്ചു. എന്ത് പ്രസംഗിച്ചു? മറ്റൊരുത്തരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, പാപമോചനം ക്രിസ്തുവിൽ കൂടിയാണെന്നുള്ളത് അവർ ശക്തിയോടെ പ്രസംഗിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ഭാഗം വളരെ മനോഹരമാണ്. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ യേശു എന്ന രക്ഷിതാവ് അവൻ ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇപ്പോൾ നാഥ, 2-ാം അധ്യായത്തിന്റെ സ്തോത്രം 10-11 ഞാൻ വായിച്ചത്. അതിൻ്റെ 29-30 വായിക്കുന്നു. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിർജ്ജനമായ ഇസ്രയേലിന്റെ മഹത്വവുമായി സകല ജനത്തിനും ഉണ്ടാകാൻ നീ സകല ജാതികളുടെയും മുൻപാകെ ഒരുക്കിയിരിക്കുന്ന എൻ്റെ രക്ഷയെ നിന്റെ കണ്ണ് കണ്ടുവല്ലോ. ഹല്ലേലൂയ. യേശുക്രിസ്തു ആരാണ്? മർക്കോസ് 2:5 മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. ഹല്ലേലൂയ. 2:10 മനുഷ്യപുത്രന് പാപങ്ങളെ മോചിപ്പാൻ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന്. യേശുക്രിസ്തു ആരാ? പാപങ്ങളെ മോചിക്കുന്നവനാണ്. പാപമോചനം യേശുക്രിസ്തുവിലൂടെയാണെന്ന് ദൈവത്തിന്റെ വചനം നല്ല ശക്തമായി പഠിപ്പിക്കുന്നു.
ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 20 മുതൽ ഉള്ള വാക്യങ്ങൾ വായിക്കുന്നു. കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസേഫേ, നിന്റെ ഭാര്യയെ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിലാലാണ്. അവളൊരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടേണം. യേശു എന്ന പേരിൻ്റെ അർത്ഥം പാപമോചകൻ, രക്ഷിതാവ്, പാപത്തിൽ നിന്ന് വിടുവിക്കുന്നവൻ. ഇന്ന് ആ പ്രസംഗങ്ങളെല്ലാം അസ്തമിച്ചു പോയിരിക്കുക. പാപമോചനത്തെക്കുറിച്ചുള്ള പ്രസംഗം ഇന്ന് ആരും ചെയ്യുന്നില്ല. സത്യത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവാണ് എല്ലാവരുടെയും വ്യാപരിക്കുന്നു എന്നൊക്കെ പറയുന്നെങ്കിലും പാപബോധനെക്കുറിച്ച് ആരും പ്രസംഗിക്കുന്നില്ല. സഭയിൽ പാപത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നില്ല. അനുഗ്രഹിക്കുന്ന ദൈവം, വിടുവിക്കുന്ന ദൈവം, സൗഖ്യമാക്കുന്ന ദൈവം, പിന്നെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉന്നതിയിലേക്ക് നടത്തുന്ന ദൈവം, 800 കാറുമായിട്ട് പോകുന്നവന് BMW തരുന്ന ദൈവം, സൈക്കിളുമായി പോകുന്നവന് ബുള്ളറ്റ് തരുന്ന ദൈവം, അല്ലെങ്കിൽ കാറ് തരുന്ന ദൈവം, കാറ് ഇറക്കി തരുന്ന ദൈവം. സ്തോത്രം. സമ്പൽ സമൃദ്ധി തരുന്ന ദൈവം. ഇത് ഫേക്ക് ന്യൂസാണ്, ഇത് വ്യാജ സുവിശേഷമാണ്, ഇത് മറ്റൊരു സുവിശേഷമാണ്, അതിൻ്റെ പിന്നിൽ മറ്റൊരു ആത്മാവാണ്. അവർ പ്രസംഗിക്കുന്നത് മറ്റൊരു ക്രിസ്തുവിനെയാണ്. യാതൊരു സംശയമില്ല. യേശു ക്രിസ്തു എന്തിനാ ഈ ഭൂമിയിൽ വന്നത്? എന്തിനാ യേശു ക്രിസ്തു വന്നത്? അവൻ നമ്മുടെ പാപത്തിൽ നമ്മളെ പിടിപ്പിക്കാനാണ് കർത്താവ് വന്നത്. അതിന് വീട് തരാനും കാറ് തരാനൊന്നുമല്ല. അതൊക്കെ നമുക്ക് കിട്ടുന്നെങ്കിൽ മേടിച്ചോ, കുഴപ്പമൊന്നുമില്ല. അധ്വാനിച്ച് മേടിച്ചോ, വേർത്ത് അധ്വാനിച്ചുണ്ടാക്കി വാങ്ങിച്ചോ, ഒരു കുഴപ്പമില്ല. ഞാൻ മരുഭൂമി കിടന്ന് വേർത്തപ്പോഴാണ് എനിക്കും കിട്ടിയത് ഒരു വീടിനുള്ള അവസ്ഥ. ഇപ്പോഴും അത് നന്ദിയോടെ ഓർക്കുന്നുണ്ട്. ആരും ഫ്രീ ആയിട്ടൊന്നും തന്നില്ല. 5 പൈസ ആരും തന്നില്ല. എങ്ങൊന്നും ഒരു അവകാശം കിട്ടിയില്ല, ആരും തന്നില്ല. രക്തം വേർപ്പാക്കിയപ്പോൾ അതിൽ നിന്ന് നന്മയുണ്ടായി. അത് ആദാമിന് കൊടുത്ത കൽപ്പനയാണ്. നീ വേർപ്പോടെ ഭക്ഷിക്കും. ആര് വേർക്കുന്നോ അവന് ഭക്ഷിക്കാനുണ്ടാവും, അവന് കിടക്കാനുണ്ടാവും. അല്ലാതെ ഉടായ്പം കാണിച്ച് നടന്നാലൊന്നും കിട്ടത്തില്ല. വേർക്കണം, അധ്വാനിക്കണം. എല്ലാവരും അധ്വാനിക്കണം. 68 വയസ്സായി ഇന്നും അധ്വാനിക്കുന്നുണ്ട്, ഇന്നും വിറക് കീറുന്നുണ്ട്, എന്നും സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ മനസ്സ് പോയിട്ടില്ല. മരിക്കുന്നവരെ പോകല്ലേ എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം നമ്മൾ അധ്വാനിക്കണം. മനുഷ്യൻ അധ്വാനിച്ച് ജീവിക്കേണ്ടവനാണ്. പൗലോസ് എന്താ പറയുന്നത്? അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കരുത്. പട്ടിണി കിടന്ന് ചത്തോണം. ദൈവമക്കളെ, ഞാൻ എന്തിനാണ് ഇത് പറയുന്നത്? ഇന്നത്തെ ആത്മീയ കോളം പുഴുക്കുത്തു പിടിച്ച് കിടക്കുക. ഭൗതിക അനുഗ്രഹങ്ങളൊക്കെ എടുത്ത് പ്രസംഗിച്ച് ജനത്തെ നശിപ്പിച്ച് വ്യാജ സുവിശേഷകന്മാർ വിലസിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. പത്രോസിന്റെ പഠിപ്പിക്കൽ നിങ്ങൾ ശ്രദ്ധിക്കേ. ക്ഷയം, വാട്ടം, മാലിന്യമില്ലാത്ത നല്ലൊരു അവകാശത്തിനായി നമ്മെ വീണ്ടും ജനിപ്പിച്ചു. 1:23 കെടാത്ത ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ. കെടാത്തതിനാൽ, കെടുന്ന ബീജത്താൽ അല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനമാകുന്ന വിത്ത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ വീണാണ് വീണ്ടും ജനനം. ഇവിടെ വീണ്ടും ജനിച്ചിരിക്കുന്നു. എങ്ങനെ ജനിച്ചു? ദൈവവചനം ഉള്ളിൽ വീണ് വീണ്ടും ജനിച്ചു. ഒരു ഭാഷ പ്രസംഗിച്ചു, യേശുവിന്റെ പാപത്തിന് വേണ്ടി മരിച്ചു സഹോദര എന്ന ഹൃദയം കൊണ്ട് വിശ്വസിച്ചപ്പോൾ വീണ്ടും ജനനം പ്രാപിച്ചു. അത് വായ കൊണ്ട് ഏറ്റുപറഞ്ഞപ്പോൾ രക്ഷിക്കപ്പെട്ടു. പരിശുദ്ധാത്മാംശം പ്രാപിച്ചപ്പോൾ മകനായി മാറി. സ്നാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിച്ച് മകനായി മാറി. അതാ വ്യവസ്ഥ. വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറി. നമുക്കൊരു പിതാവുണ്ട്. ആ പിതാവിൻ്റെ മകനാണ്. ഇനി നമ്മുടെ കാര്യം നടത്തി തരേണ്ടത് വല്ലവരുമല്ല, പിതാവാണ്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എൻ്റെ ചില കാര്യങ്ങൾക്ക് വേണ്ടി. പിന്നെ കർത്താവ് തന്നാലേ നടക്കുള്ളൂ. അല്ലാതെ ആരും തരാനില്ല. ഇവിടെ നമ്മളെ കൊണ്ട് അനുഭവിക്കാനേ ഉള്ളൂ. നമുക്കാരും തരാനില്ല. ആ സത്യം മനസ്സിലാക്കി ഞാൻ. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയമുള്ളവരെ, ഇതൊക്കെ മറ്റുള്ളവർക്ക് അരോചകമായ കാര്യങ്ങളാണ്. പക്ഷെ എനിക്കിത് പറയാതിരിക്കാൻ പറ്റത്തില്ല.
ഞാനൊരു ദേവദാസനല്ലേ, ഞാൻ തുറന്നു പറയാതെ കാര്യങ്ങൾ എങ്ങനെ മറ്റുള്ളവർ മനസ്സിലാക്കും? അപ്പം വീണ്ടും ജനനം ക്ഷയം വാട്ടം മാലിന്യമില്ലാത്ത നല്ലൊരു അവകാശത്തിനായി ജനിപ്പിച്ചിരിക്കുന്നു. രണ്ടാമത്, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ ജനിച്ചിരിക്കുന്നു. ഇനി യാക്കോബിന്റെ ലേഖനത്തിൽ ഒരു വാക്യം കൂടി വായിക്കാം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. യാക്കോബിന്റെ ലേഖനം സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം, സത്യത്തിന്റെ വചനത്താൽ അപ്പൊ വീണ്ടും ജനനം ദൈവവചനത്തിലൂടെയാണ് നടക്കുന്നത്. വീണ്ടും ജനനം വചനമാകുന്ന, കെടാത്ത ബീജമാകുന്ന, ദൈവവചനമാകുന്ന വിത്ത് ഹൃദയത്തിൽ വീണാണ് വീണ്ടും ജനനം നടക്കുന്നത്. വീണ്ടും ജനനത്തിലൂടെ പാപബോധമുളവാകുന്നു. വീണ്ടും ജനനത്തിലൂടെ നമ്മൾ കർത്താവിൻ്റെ മകനായിത്തീരുന്നു, മകളായിത്തീരുന്നു. വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന ആത്മാവിനെ നമുക്ക് ലഭിക്കുന്നു.